Hey, good morning friends. Welcome back to Kanz. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മളിപ്പോൾ വാഷിങ്ടൺ DC എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. വാഷിങ്ടൺ DC നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ തന്നെ 8 മണിക്ക് തന്നെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു നേരെ നയഗ്ര ഫോൾസിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറി, ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അനവധി ടൂറിസ്റ്റുകളും അല്ലെങ്കിൽ വിസിറ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കിഡ്സിൻ്റെ പാർക്കും ഒക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് റോളർ കോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങാം. ഭയങ്കര വലിയൊരു കോമ്പൗണ്ടിലാണ് ഇവിടെ ഈ ഒരു ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. നല്ല തണുത്ത ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ വാഷിങ്ടൺ DC-യിൽ നിന്ന് നയഗ്ര ഫോൾസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗ്രാമങ്ങളുണ്ട്, ഫാം ഹൗസസ് ഒക്കെ കണ്ട് പിന്നെ ഇതുപോലുള്ള ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ വിസിറ്റ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ അധികം നേരം നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് അകത്ത് പെട്ടെന്ന് കയറി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ചോക്ലേറ്റ് ടൂറിനാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ കൂടെ തന്നെ പോവാം. എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് നോക്കാം. ഈ ഹെർഷയുടെ ചോക്ലേറ്റ് നമ്മൾ അവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചോക്ലേറ്റ് അത്ര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ അധികം ചിന്തിച്ചിട്ടില്ല. ഇവിടെ മെയിനായിട്ട് വന്ന് കയറിയപ്പോൾ അതിൻ്റെ ഒരു ഷോപ്സിൻ്റെ ബഹളമാണ്. തണുപ്പുണ്ടോ? തണുപ്പ് ഇല്ല, വെറുതെ കോട്ടിട്ട്. ഇതിങ്ങനൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഇതിൻ്റെ ഒരു ടൂർ എക്സ്പീരിയൻസ്. ആളുകളെല്ലാം ഇതിലെ ഇങ്ങനെ വാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതാണ്ട് ഇവിടുത്തെ ആദ്യത്തെ ഒരു അട്രാക്ഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതായത് കുഞ്ഞു കുട്ടികളെ പോലെ അതുകൊണ്ടാണ് കയറി പോകുന്നുണ്ടോ? ബന്ധിച്ചേട്ടന് ഇവിടെ ജോലി കിട്ടിയാ? ആ, ഡച്ച് ഓറഞ്ച് അതിനകത്തേക്ക് ഞാൻ കയറിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ കയറിയിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നോക്കിയേ, കൊള്ളാലോ. Hey everyone, welcome aboard the Hershey's Chocolate Factory Tour. For your safety, please remain seated with your hands and feet inside the vehicle at all times. 3, 2, 1, to my parents, 'cause where the fuck would I be without you? That's somewhere. I know you don't like me swearing. I'm gonna work on that to be better for you. അങ്ങനെ ഞങ്ങൾ ആ ടൂറൊക്കെ കഴിഞ്ഞു. നേരെ താഴോട്ട് വന്നു. ഞങ്ങൾക്ക് ഇതുപോലൊരു ചോക്ലേറ്റ് കിട്ടി തിന്നാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ടൂറ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പീസ് ചോക്ലേറ്റ് തിന്നാൻ തോന്നും. അപ്പോൾ എന്തായാലും ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്ത് നേരെ അങ്ങോട്ട് പോവാം. ഇവിടുന്ന് ആവശ്യമുള്ളവർക്ക് ചോക്ലേറ്റ് വാങ്ങാം. ഞാൻ ഇനി പുറത്തേക്ക് പോവാം. കാര്യം ഇവിടെ ഭയങ്കര സൗണ്ട്, പാട്ടും ബഹളവും. ഇപ്പോഴും നല്ല മഴ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റനറിയിൽ പറഞ്ഞിരുന്നു, ഒരു കുട എടുത്ത് വെക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം നല്ല ചാറ്റൽ മഴയുണ്ട്. എനിവേ ഇവിടെ ബാക്കിൽ ബസ് കിടക്കുന്നു. അതിൻ്റെയാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഹായ്, ഇറ്റ്സ് ഇൻസൈഡ്. അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ അടിപൊളി ലഞ്ചൊക്കെ കഴിഞ്ഞ്
എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ ഒരു സംഭവത്തിലേക്ക് മയങ്ങി വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉറങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ന്യൂയോർക്കിൽ നിന്ന് നയാഗ്ര ഫാൾസ് വരെ പോകാനായിട്ട് ഏകദേശം 9 മണിക്കൂർ എടുക്കും. പക്ഷേ നമ്മളുടെ ബെന്നി ചേട്ടൻ അതിബുദ്ധിപരമായിട്ട് ആദ്യം തന്നെ ഇന്നലെ തന്നെ വാഷിങ്ടൺ DC നിന്ന് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് വന്നിട്ടാണ് റൂം എടുത്തത്. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ഇത്രയും നേരം ആയപ്പോഴത്തേന് അത്യാവശ്യം ഒരു പകുതിയോളം നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനിയൊരു 3.5 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ നയാഗ്ര ഫോൾസിലെത്തും. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നയാഗ്ര ഫോൾസിൻ്റെ തൊട്ടടുത്താണ് റൂം എടുത്തിരിക്കുന്നത്. സാധാരണ ഇതുപോലുള്ള ടൂറിനൊക്കെ പോകുമ്പോൾ ആളുകൾ അവിടുന്ന് ഒരു 45 മിനിറ്റ്സ് മാറിയിട്ട് ബുഫല്ലോ അല്ലേ, അങ്ങനെ ഒരു സ്ഥലത്താണ് അവർ താമസിക്കാറുള്ളത്. പക്ഷേ നമുക്ക് ഇന്ന് ഇതിൻ്റെ തൊട്ടടുത്തായപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. എപ്പോൾ വേണമെങ്കിലും വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, 5 മിനിറ്റ്സോളം വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാം. ഇന്ന് ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇപ്പം വിൻ്റർ സീസണിലേക്ക് കിടക്കുവാണ്. അപ്പോൾ നയാഗ്ര ഫാൾസ് ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ക്ലോസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് ഒഴുകി വരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നന്നേ തണുത്ത് ഒരു ഐസിൻ്റെ ലെവലിലേക്ക് മാറും. അപ്പോൾ ഐസായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഐസ് വീഴുമ്പോൾ താഴെ കൂടെ ഈ ടൂറിസ്റ്റുകളും ബോട്ടും ഒക്കെ പോകുമ്പോൾ അവർക്ക് അതിന് ഒരു ലൈഫിന് തന്നെ ഭീഷണിയാണ്. അപ്പം വലിയ അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നയാഗ്ര ഫാൾസ് ആ ഒരു സംഭവമൊക്കെ ക്ലോസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ വിൻ്റർ സീസൺ വന്നു കഴിഞ്ഞാൽ അത് തണുത്തുറഞ്ഞ് അത് പിന്നെ വേറൊരു കാഴ്ചയാണ്. കാഴ്ചകളെന്ന് പറയുന്നത് അടിപൊളി കാഴ്ചകളാണ്. അതായത് നിങ്ങൾ GTA ഗെയിംസൊക്കെ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, അമേരിക്കയുടെ പല ലാൻഡ്സ്കേപ്പുകൾ നമ്മൾ സാൻ ആൻഡ്രിയാസ് ആണെങ്കിലും അതുപോലുള്ള ഗെയിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നേരിട്ട് കണ്ടതിൻ്റെ ഒരു ഫീലിംഗ് ആണ്. ഇപ്പം പല സ്ഥലങ്ങളിലും കാണുമ്പോൾ എനിക്കത് മുന്നേ അറിയാമെന്നുള്ളൊരു ഫീലാണ് വരുന്നത്. സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അതേപോലെ തന്നെയാണ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ. നമ്മുടെ നാട്ടിൽ കാശ് കൊടുത്ത് ചെയ്യുന്ന സംഭവം ഇവിടെ പ്രകൃതിയായിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളതാണ്. ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഇത്രയും കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുള്ളൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ട്രിപ്പ് വന്നപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു റോഡ് ട്രിപ്പാണ്. പല സ്റ്റേറ്റ്സുകൾ മാറി വരുമ്പോൾ അവിടുത്തെ ഉള്ള പ്രകൃതി സൗന്ദര്യവും പല കാഴ്ചകളും ഈ വിൻ്ററിലേക്ക് മാറുമ്പോൾ ഉള്ള ഇവിടുത്തെ ചെടികളുടെയും മരങ്ങളുടെയൊക്കെ ആ ഇലയുടെ നിറം വരെ മാറുന്നത് നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവാം. എനിവേ ഇനിയുണ്ട് 3.5 മണിക്കൂർ. ഞങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുകയാണ്. ഇദ്ദേഹമാണ് നമ്മളുടെ ഡ്രൈവർ. പുള്ളിക്കാരൻ നല്ല എക്സ്പേർട്ട് ഡ്രൈവറാണ്. നിങ്ങളെന്തായാലും 2-3 ദിവസമായിട്ട് കാണുന്നുണ്ടാവും. അവിടെ വാഷിങ്ടൺ DC ആവട്ടെ, നമ്മളുടെ ന്യൂയോർക്ക് സിറ്റി ആവട്ടെ, ഭയങ്കര നാരോ ആയിട്ടുള്ള സ്പേസിലൂടെ ആൾ ഇത്രയും വലിയ വണ്ടി ഈസി ആയിട്ടായിരുന്നു കൊണ്ടുവരുന്നത്. ദാണ്ടെ ബാക്കിൽ ആരാന്ന് നോക്കിയേ. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഓൾറെഡി ആരാധകരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമസ്കാരം. ഞങ്ങളെ ചായ മേടിച്ചു തരാം, പരിപ്പടം മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിയോണ്ടിരുന്ന എവിടെ നോക്കിയത് ചായക്കടി കാണാതെ ഒന്നും കാണാം. അത് മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതുണ്ടാവാൻ നമുക്ക് നോക്കാം. ബെന്നി ചേട്ടൻ ചായയും പരിപ്പടയും മേടിച്ച് തരുമെന്നാണ്. ചൂടൻ പരിപ്പട ദാസേട്ടൻ നോക്കുന്നത്. ഞങ്ങളങ്ങനെ വണ്ടി ഇടയ്ക്കൊന്ന് നിർത്തി. ബ്ലാക്ക് ടീ ആണ് ഞാൻ വാങ്ങിയത്. എല്ലാവരും കോഫിയും ടീയും ഒക്കെ വാങ്ങി. ഇവിടുത്തെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പുല്ലും കാടും ഒക്കെ പിടിച്ചിരിക്കുന്നത്. അവിടെ നല്ല ഭംഗിയുള്ള കാട്ടു ചെടികളാണ് ഈ കാണുന്നതൊക്കെ. തൊട്ട് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇവിടെ നല്ല വെൽവെറ്റ് കളറുള്ള ചെടിയുണ്ട്. പിന്നെ എല്ലാ ചെടികളും സീസൺ ചേഞ്ച് ആവുന്നതനുസരിച്ച് അതിൻ്റെ ഇലകളുടെ നിറം മാറുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നോക്കി, ഇതൊക്കെ കാട്ടു ചെടിയാണ്. എന്ത് രസമാണ് കാണാൻ. അതുകൊണ്ടേ ഇത് വേറൊരു ചെടി. ഇതെല്ലാം ഏതോ ടൈപ്പ് കാട്ടു ചെടികളാണ്. പക്ഷേ നല്ല രസമുണ്ട് അതിൻ്റെ ഇലയുടെ നിറം മാറുന്ന കാണാൻ. ഈ സാധനങ്ങളൊക്കെ നമ്മളുടെ നാട്ടിൽ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന അത്ര നല്ല സാധനങ്ങളുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷൻ, അഥവാ ഇവിടുത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ. എക്സോൺ എന്ന് പറയുന്നതാണ് ഈ കാണുന്നൊരു ഗ്യാസ് സ്റ്റേഷൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് വണ്ടി നിർത്തിയിട്ട് ഫ്യൂവൽ ചെയ്യേണ്ടത്. ഇവിടുത്തെ ഒട്ടുമിക്ക ലാൻഡ്സ്കേപ്പിങ്ങും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇതേപോലെ പുല്ല്
വെട്ടി വൃത്തിയാക്കി നല്ല രസമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതോ ദൂരെ ഒരു ചെറിയൊരു മല പോലെ കാണുന്നില്ലേ, അവിടെയാണെങ്കിലും പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയാണ് സൂക്ഷിച്ചേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഇവരെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഈ ഒരു രാജ്യം എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കാമെന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവരത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണണമെങ്കിൽ ലോങ് ട്രിപ്പ് തന്നെ പോകണം. നമ്മൾ ടൗണിൽ മാത്രം വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടുത്തെ ഫ്യുവൽ സ്റ്റേഷൻ്റെ മുന്നിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നയാഗ്ര ഫോൾസിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ ഫയർ വർക്ക്സ് കാണാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വന്ന് താഴോട്ട് വീഴുന്ന ആ ഭാഗത്താണ്. നമ്മളുടെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ലൈറ്റൊക്കെ കാണുന്ന സ്ഥലമാണ് കാനഡ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് USA സൈഡിലാണ്. താഴ്ന്ന് ഒരു റെഡ് കളർ ബൗൺസിങ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ വരുന്ന ആ ഒരു വാട്ടർഫാളിൻ്റെ മിസ്റ്റ് ഉണ്ടല്ലോ, അതിന് ആ ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നല്ലൊരു ആംബിയൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫയർ വർക്ക്സ് ഇവിടെ നടക്കുന്നതായിരിക്കും. ഇപ്പോൾ 1 മിനിറ്റായി. വാ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്ന് നയാഗ്ര വാട്ടർഫാൾസിലേക്കുള്ള ഫയർ വർക്ക്സ് ആണ്. അപ്പോൾ ഈ ഒരു വെടിക്കെട്ടോടു കൂടി ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നാളെ നമ്മൾ നയാഗ്രയുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് സജിത്ത് സൈനിങ് ഓഫ്. Bye-bye.